സുമോദ് കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. സുമോദ, നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ചർച്ച തുടരും, അന്നൊരു സമവായമാകാത്തൊരു സാഹചര്യത്തിൽ ചർച്ച തുടരും, കൂടുതൽ ഘടകകക്ഷികളുമായി ചർച്ച തുടരും, മുതിർന്ന നേതാക്കളുടെ അഭിപ്രായമൊക്കെ ആരായേണ്ടതുണ്ട്, AK ആന്റണിയുടെ ഒക്കെ അഭിപ്രായം ആരായേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണോ ഇന്നിപ്പോൾ കേരളത്തിലുള്ള നേതാക്കളോട് അടുത്ത ദിവസം തന്നെ ഡൽഹിയിൽ എത്താൻ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ഈ മുതിർന്ന നേതാക്കന്മാരോടും മുൻ PCC അധ്യക്ഷന്മാരോടും കൂടി ആലോചിച്ചതിന് ശേഷം ഒരു അന്തിമ തീരുമാനമെടുത്താൽ മതി എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം ഹൈക്കമാൻഡ് ഏകപക്ഷീയമായി ഒരു തീരുമാനമെടുത്താൽ ഈ ഒരാൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമാണെങ്കിൽ മറ്റു രണ്ടുപേർക്കും അതൊരു മുറിവേൽക്കുന്ന തീരുമാനത്തിലേക്ക് തന്നെ പോകാൻ കഴിയൂ. കാരണം ഇപ്പോൾ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു കനൽ ചാരം മൂടിക്കിടക്കുന്ന ഒരു കനലായിട്ടാണ് കേരളത്തിലെ സാഹചര്യം വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് KC വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറയും. ഹൈക്കമാൻഡിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ താല്പര്യം നമ്പറുകൾ നോക്കിയാൽ മതി. KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് അയക്കുന്നതിന് രാഹുൽ ഗാന്ധി അനുകൂലമാണ്. പക്ഷേ അതേ അഭിപ്രായമല്ല സോണിയാഗാന്ധിക്കുള്ളത്. സോണിയാഗാന്ധി പക്ഷേ അവരുടെ അഭിപ്രായമായി അവർ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. സോണിയാഗാന്ധി ഒരു അഭിപ്രായം രൂപീകരിക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും ഒരു അഭിപ്രായം കൂടി ആരായണം എന്നുള്ളൊരു കാര്യം അവർ ചിന്തിക്കുന്നുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി പങ്കുവയ്ക്കാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മുൻ PCC അധ്യക്ഷന്മാരായിട്ടുള്ള K. സുധാകരൻ, MM ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ VM സുധീരൻ തുടങ്ങിയവരെ ഇതിനകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ദീപാദാസ് മുൻഷിയാണ് ഇപ്പോൾ മുല്ലപ്പള്ളിയെ വിളിച്ചിരിക്കുന്നത്. മുല്ലപ്പള്ളിയോട് വിളിച്ച് അദ്ദേഹത്തിനോട് ഡൽഹിയിൽ വരണ കാര്യമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുല്ലപ്പള്ളി ഏറെ നാളായി അദ്ദേഹം കണ്ണൂരിയുടെ പുറത്തേക്ക് പോയിട്ട് കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്തിട്ട്, അതുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് വരുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് ഇതുവരെ കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നത് K. സുധാകരൻ ഡൽഹിക്ക് വരുന്നു എന്നുള്ളതാണ്. ഇന്ന് രാത്രിയോടെ K. സുധാകരൻ ഡൽഹിയിലെത്തും. K. സുധാകരൻ വാദിക്കുന്നത് KC വേണുഗോപാൽ തന്നെ കേരളത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു ഉറച്ച നിലപാട് തന്നെയാണ് K. സുധാകരൻ എടുത്തിരിക്കുന്നത്. ആ നിലപാട് അറിയിക്കാൻ വേണ്ടിയാണ് സുധാകരൻ ഇന്ന് ഡൽഹിക്ക് എത്തുന്നത്. K. സുധാകരൻ പരസ്യമായി നിലപാടെടുത്തിരിക്കുന്നത് KC വേണുഗോപാലിന് വേണ്ടിയാണ്. K. മുരളീധരൻ പരസ്യമായി നിലപാടെടുത്തത് VD സതീശന് വേണ്ടിയാണ്. അപ്പോൾ മുതിർന്ന നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ആ കൂടിക്കാഴ്ച എങ്ങനെയാകും, ചർച്ചകൾ എങ്ങനെയാകും എന്ന കാര്യം കൂടെ അറിയേണ്ടതുണ്ട്. ഏതായാലും ഏകദേശം നാളെ വൈകിട്ടോടു കൂടി കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ ആ ഒരു സർപ്രൈസ് പൊളിയും. നമുക്ക് പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കാം.